ഒറ്റ ദിവസത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകുക, അതും സാധ്യമായിരിക്കുന്നു. സാക്ഷാൽ എലോൺ മസ്കിനെയും കടത്തിവെട്ടി ലോക 1-ാം നമ്പർ കോടീശ്വരൻ പട്ടം സ്വന്തമാക്കുക. ഒറ്റ ദിവസം കൊണ്ട് ലോക സമ്പന്നരുടെ പട്ടികയിൽ 1-ാമതെത്തിയ ലാറി എലിസണെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒറാക്കിൾ കോർപ്പറേഷൻ്റെ സഹസ്ഥാപകനായ ലാറി എലിസൺ ഒരു ദിവസത്തിനുള്ളിൽ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചത് ഒന്നും രണ്ടുമല്ല, $89 ബില്യൺ, ഏകദേശം 8 ലക്ഷം കോടി രൂപ. നോക്കാം ലാറി എലിസണിൻ്റെ ജീവിതയാത്ര. ഒറാക്കിൾ എങ്ങനെയൊരു ഭീമനായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബൂമിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി, അതും ഒരു ദിവസത്തിനുള്ളിൽ. എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്. ലാറി ജോസഫ് എലിസൺ 1944 ഓഗസ്റ്റ് 17 ന്യൂയോർക്കിലെ ബ്രോങ്സിലാണ് ജനിക്കുന്നത്. ഒരു അമേരിക്കൻ ഡ്രീം സ്റ്റോറിയാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. ചെറുപ്പത്തിലെ അമ്മയും അച്ഛനും ഉപേക്ഷിച്ചു. അങ്കിളിൻ്റെ കൂടെയുള്ള ജീവിതം, സ്കൂളിലെ പഠനം മോശം, യൂണിവേഴ്സിറ്റിയിൽ ഡ്രോപ്പ് ഔട്ട്, കോളേജ് ഡ്രോപ്പ് ഔട്ടായിട്ടും ടെക്നോളജി ലോകത്ത് ജോലി തേടി. 1960കളിൽ IBMൽ പ്രോഗ്രാമറായി. പിന്നെ ആംബെക്സ് കമ്പനിയിൽ ജോലി ചെയ്തു. താൻ ജോലി ചെയ്ത കമ്പനിയിൽ ഒരു ഡാറ്റാബേസ് സിസ്റ്റം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കോഡ് നെയിമായിരുന്നു ഒറാക്കിൾ. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞു. 1977 ബോബ് മൈനർ, എഡ് ഔട്ട്സ് എന്നിവരോടൊപ്പം ചേർന്ന് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലബോറട്ടറി എന്ന കമ്പനി സ്ഥാപിച്ചു. പിന്നീട് ഈ കമ്പനിയുടെ പേര് മാറ്റി. അങ്ങനെയാണ് ഒറാക്കിൾ പിറവിയെടുക്കുന്നത്. അക്കാലത്ത് കമ്പനികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഡാറ്റ സ്റ്റോറേജ്. ഫയലുകൾ പരസ്പരം സംയോജിപ്പിക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന കാലം. ഒറാക്കിൾ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. 1986ലാണ് ഒറാക്കിളിൻ്റെ IPO നടക്കുന്നത്. ഒറാക്കിൾ പബ്ലിക് കമ്പനിയായി. ലാറി എലിസൺ ഒറാക്കിളിൻ്റെ CEO ആയി. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ കമ്പനി വളർന്നു. 1990കളിൽ നെറ്റ്സ്കേപ്പ്, സെയിൽസ് ഫോഴ്സ് ഇങ്ങനെ തുടങ്ങിയ വൻകിട കമ്പനികളോട് കോമ്പറ്റീഷൻ തുടങ്ങി. പക്ഷേ ഒറാക്കിൾ എന്നിട്ടും അതിജീവിച്ചു. ഏകദേശം 40 വർഷമാണ് ലാറി ഒറാക്കിളിൻ്റെ CEO ആയി തുടരുന്നത്. 2014 കമ്പനി കോ പ്രസിഡന്റ് സിസ്റ്റത്തിലേക്ക് മാറിയതോടെ ഇപ്പോൾ ഒറാക്കിളിൻ്റെ ചെയർമാൻ കം CTO ആണ് ലാറി എലിസൺ. ഒറാക്കിൾ ഷെയറുകളിൽ നിന്ന് 42% അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. ഹവായിയിലെ ലെനായ് ദ്വീപിൽ 98% ഉടമസ്ഥാവകാശമുണ്ട്. ടെസ്ലയിൽ സ്റ്റേക്കുണ്ട്. മകൻ ഡേവിഡിൻ്റെ സ്കൈഡാൻസ് മീഡിയയിൽ 50% ഷെയറുണ്ട്. ട്രംപിൻ്റെ സപ്പോർട്ടറാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിരവധി പ്രൊജക്റ്റുകളിൽ സജീവമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് $1 ട്രില്യൺ കമ്പനിയായി മാറിയ ഒറാക്കിളിൻ്റെ കഥയാണ് ലാറിയെ ലോകസമ്പന്നനാക്കിയത്. 1970കൾ ഡാറ്റാബേസ് ലോകത്ത് റവല്യൂഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. പരമ്പരാഗത ഫയൽ സിസ്റ്റങ്ങളുടെ വേഗത കുറഞ്ഞ കാലത്താണ് ഒറാക്കിൾ റിലേഷണൽ ഡാറ്റാബേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാങ്കുകളും ഗവൺമെൻറ്റുകളും അടക്കം എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. 1980കളിൽ IPOക്ക് ശേഷം റവന്യൂ $100 കോടി പക്ഷേ 1990കളിൽ കനത്ത നഷ്ടങ്ങൾ വരാൻ തുടങ്ങി. പക്ഷേ ലാറി കമ്പനി റീബിൽഡ് ചെയ്തു. 90കളിൽ കമ്പനി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് തുടക്കമിട്ടു. 2000 ആയപ്പോഴേക്കും റവന്യൂ $1000 കോടി കടന്നിരുന്നു. പിന്നീട് ക്ലൗഡ് ഷിഫ്റ്റ്, സൂപ്പർ കമ്പ്യൂട്ടറുകൾ, ബിഗ് ഡാറ്റ ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങൾ. പക്ഷേ യഥാർത്ഥ ബൂസ്റ്റ് ഉണ്ടാകുന്നത് 2020കളിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIക്ക് പറ്റിയ കമ്പനിയായിരുന്നു ഒറാക്കിൾ. ഡാറ്റ സ്റ്റോറേജ്, പ്രോസസ്സിംഗ് മേഖലകളിൽ കമ്പനി കുതിച്ചുയർന്നു. ഓപ്പൺ AI, ഗൂഗിൾ പോലുള്ള വൻകിട കമ്പനികളുടെ പാർട്ട്ണറായി. AI ഡിമാൻഡ് കാരണം റവന്യൂ 20% വർദ്ധിച്ചു. അന്ന് ഒറാക്കിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ $5000 ബില്യണിനടുത്തെത്തിയിരുന്നു. പക്ഷേ 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബൂമിംഗ് കാരണം ഇത് $960 ബില്യണിലെത്തി. അതിൽ അദ്ദേഹത്തിൻ്റെ 1.16 ബില്യൺ ഷെയറുകളും ഉണ്ടായിരുന്നു. അതാണ് ലാറിയുടെ സമ്പത്തിൻ്റെ കേന്ദ്ര ഖജനാവ്. 2025 ലാറി എലിസണെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വർഷമായിരുന്നു. പ്രത്യേകിച്ച് 2 ദിവസം മുമ്പ് സെപ്റ്റംബർ 10 ഒറാക്കിൾ ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് റിലീസ് ചെയ്ത ദിവസം. റവന്യൂ പ്രതീക്ഷിച്ചതിലും 30% അധികം. ഷെയർ പ്രൈസ് 41% ഉയർന്നു. $338 ലാറിയുടെ 1.16 ബില്യൺ ഷെയറുകൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ മാത്രം വർദ്ധിച്ചത് $89 ബില്യൺ വർധനവാണ്. ബ്ലൂംബർഗ് ബില്യണയേഴ്സ് ഇൻഡെക്സ് പ്രകാരം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ നെറ്റ് വർത്ത് $393 ബില്യൺ ആയി. എലോൺ മസ്കിൻ്റെത്
$384 ബില്യൺ ആയിരുന്നു. അതിനെ ലാറി എലിസൺ മറികടന്നു. ബ്ലൂംബർഗ് പറയുന്നത് ചരിത്രത്തിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ വർധനവാണിത്. ട്രംപുമായി പിണങ്ങിയത്, ടെസ്ലയുടെ സ്ലോ ഡൗൺ, ഇതൊക്കെ കാരണം എലോൺ മസ്കിൻ്റെ ഓഹരികൾ 12% താഴ്ന്നിരുന്നു. ഇതും ലാറി എലിസന് ഗുണകരമായി. ലാറി ലോകത്തിലെ നമ്പർ 1 റിച്ചസ്റ്റ് പേഴ്സണായി. ഇത് ഫോബ്സും അംഗീകരിച്ചു. AI ഈസ് ദ ന്യൂ ഗോൾഡ് റഷ് എന്ന് ലാറി എലിസൺ പറയാറുണ്ട്. അതാണിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എലോൺ മസ്കിനെയും ജെഫ് ബെസോസിനെയും കടന്ന് ലാറി എലിസനെ ലോക 1-ാം നമ്പർ കോടീശ്വരനാക്കുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. AI കാലത്തെ പുതിയ ഇന്നൊവേഷനുകളാണ്.